UDFന്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ഇലക്ഷന്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ MV ബെന്നി ഇവിടെ സൂചിപ്പിച്ചു. ആദരണീയനായ ശ്രീ O ദേവസി അടക്കമുള്ള ബഹുമാനപ്പെട്ട DCCയുടെ സെക്രട്ടറി ശ്രീ KP വർഗീസ് അടക്കമുള്ള UDFന്റെ നേതാക്കന്മാരുടെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെ പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെയിറക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണി ആരെ നിർത്തിയോ അദ്ദേഹത്തെ വലിയ ലീഡോടുകൂടി വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് മാർച്ച് 22 ഇനി 9 9 18 അതിൽ നിന്ന് ഒന്ന് പോയാൽ 17, കണക്കറിയില്ലേ അല്ലേ? 17 ദിവസം മാത്രമാണ് ഇനി ഉള്ളത്. ഈ 17 ദിവസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലീഡിൽ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റണം. ഇവിടെ ബെന്നി പറഞ്ഞു, ഗ്രാമയാത്ര നടത്തിയപ്പോ 117 ദിവസങ്ങൾ നടന്നപ്പോ ആ 117ാം ദിവസം സമാപനം ഒക്കൽ പഞ്ചായത്തിലായിരുന്നു. ഗാന്ധിയുടെ ആത്മകഥയുടെ അവസാന ഭാഗം വായിച്ച് ഞാനിതാ പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിച്ചത്. അന്ന് നമ്മൾ പ്രഖ്യാപിച്ചു ഒക്കൽ പഞ്ചായത്തിൽ 2500-ലധികം ലീഡ് നമുക്ക് ലഭ്യമാകണം. 15,000 ഭവനങ്ങൾ നമ്മൾ സന്ദർശിച്ചു. ചരിത്രത്തിൽ ആദ്യമായി പെരുമ്പാവൂരിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഭരണം കിട്ടി. എല്ലാ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും വിജയിച്ചു. 17,000 വോട്ടിന്റെ ലീഡ് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ 3 കൂടി കൂട്ടി പറയുന്നു, 20,000 വോട്ടിന്റെ ലീഡിന് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. എനിക്ക് പാർട്ടിയോടൊരു പരിഭവമില്ല. മനോജ് മൂത്തേടൻ എന്റെ സഹപ്രവർത്തകനും സുഹൃത്തുമാണ്. മനോജോടും എനിക്ക് പരിഭവമില്ല. ഞാൻ ആകെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പരിഭവം, എനിക്ക് സീറ്റ് കിട്ടാത്തതിലല്ല, ഞാൻ അധികാരമോഹിയുമല്ല. എന്നോട് മുന്നേ ഒന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്റെ അവകാശമാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട സ്ഥാനമാനങ്ങളല്ല വ്യക്തിയെ വലുതാക്കുന്നത്, അവന്റെ നിലപാടുകൾ. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അവന്റെ നിലപാടുകൾ, ഇടപെടലുകൾ, അവന്റെ പ്രവർത്തന രീതി എല്ലാവർക്കും ഒരേ രീതി അല്ല എന്ന് എനിക്കറിയാം. പല രീതിയിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനം നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മയെ പോലെയാണ്. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഉദ്ഘാടകനായി നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടും കോൺഗ്രസ് നൽകിയ അംഗീകാരം എളിയവനായി എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം പിണറായി വിജയന്റെ ഗവൺമെന്റ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജീവിക്കുവാൻ പറ്റുന്നുണ്ടോ? ഞാൻ കയറിയ വീടുകളിൽ ചെറുപ്പക്കാരൊന്നും ആ വീടുകളില്ല. എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. അമേരിക്കയിൽ, UK യിൽ, ഓസ്ട്രേലിയയിൽ, ജർമ്മനിയിൽ ചെറുപ്പക്കാരെല്ലാം രാജ്യം വിട്ടു പോകുന്നു. അവർ തിരിച്ചു വരണ്ടേ? വരണം. വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കന്മാർ വേദനയോടുകൂടി കഴിയുന്നു. അവർക്കൊരു സംരക്ഷണം വേണ്ടേ? വേണം. ഭിന്നശേഷിയുള്ള ആളുകൾ നിരാശയിൽ ജീവിക്കുന്നു. അവർക്കൊരു ആശ വേണ്ടേ? വേണം. നമ്മുടെ ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവർ PSCയിൽ ലിസ്റ്റിൽ വന്നിട്ട്
സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കുന്നു. അവർക്ക് ആഹാരം കഴിക്കണ്ടേ? വേണം, ജോലി വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? പിണറായി വിജയന്റെ ഗവൺമെന്റ് താഴെ ഇറങ്ങണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണം.